ശ്രീകുട്ടി, നിങ്ങളോടാണ്. ടി.വി. പരസ്യവും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരുടെ പ്രൊമോഷനും പരസ്യം എന്ന അടിസ്ഥാനത്തിൽ ഒരുപോലെയാണെങ്കിലും പ്രേക്ഷകർക്കുണ്ടാകുന്ന സ്വാധീനത്തിലും വിശ്വാസബന്ധത്തിലും വലിയ വ്യത്യാസമുണ്ട്. എന്താ സംഭവം? നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. 2-3 യൂട്യൂബർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതായത് ആസ്ട്രോടെക് എന്ന ആപ്പിന്റെ പരസ്യത്തിന് വേണ്ടി ശ്രീകുട്ടി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നു. വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ ആസ്ട്രോ ആപ്പ് ഉപയോഗിച്ചിട്ട് അതിലെ ആസ്ട്രോളജറുമായിട്ട് സംസാരിച്ചിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീട് വെച്ചതും. അതിനു മുന്നേ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. വീട് വെക്കാൻ സാധിച്ചിട്ടില്ല, ലോണിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആസ്ട്രോ ആപ്പ് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് വീട് വെക്കാൻ സാധിച്ചത് എന്നാണ് ശ്രീകുട്ടി ആ യൂട്യൂബ് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കുന്നില്ല. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വല്ലാത്തൊരു ലെങ്ത് ആയി പോകും. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുവന്നതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുക. ശ്രീകുട്ടി ഡെയിലി വ്ളോഗ് ചെയ്യുന്ന പോലെ അവരുടെ സബ്സ്ക്രൈബറുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ ആസ്ട്രോ ആപ്പ് വെച്ചിട്ടാണ് ശ്രീകുട്ടിക്ക് ഇപ്പോ നിലവിലുള്ള വീട് വെക്കാൻ സാധിച്ചത് എന്നാണ് ശ്രീകുട്ടി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബർ എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കില്ല. അവർക്ക് നിങ്ങളുടെ തട്ടിപ്പ് മനസ്സിലായിട്ട് ആ വീഡിയോന് താഴെ ഒരുപാട് കമന്റുകൾ ഇട്ടു. അതിലെ കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം. മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനാണ് ഈ വീട് എനിക്ക് വെച്ച് തന്നത് എന്ന്. ഇപ്പോ ആഡിന് വേണ്ടി കള്ളം പറയുക. നല്ല ആർട്ടിഫിഷ്യൽ സ്റ്റോറി. മണ്ടന്മാരല്ല കാണുന്നവർ എന്ന് ഓർക്കുക. ആസ്ട്രോടോക്കിനെ കുറിച്ച് ആദ്യമായി പറയുന്നതും ചാറ്റ് ചെയ്തതും പറഞ്ഞതൊക്കെ ഈ ഇടയ്ക്കാണ്. ഈ വീട് വെച്ചിട്ട് കുറെ നാളായില്ലേ. ഡോണ്ട് ഡു ഫേക്ക് പ്രൊമോഷൻ. ആ ക്യാഷ് ഒന്നിനും ഉപകാരപ്പെടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സുകളാണ് ആ വീഡിയോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാവുക? ഇവരൊക്കെ ശ്രീകുട്ടിയുടെ വീഡിയോ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ തട്ടിപ്പ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായത്. ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാരണം ഇതൊന്നല്ല. ഞാൻ മുമ്പേ ആ വീഡിയോ കണ്ടായിരുന്നു. ശരി, ഓക്കെ, പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാനത് തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ ഈ കമന്റിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ശ്രീകുട്ടി വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ, ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാൻ കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടി വിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം. അപ്പം അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ആ പരസ്യത്തിൽ. നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീകുട്ടി. ടി.വി. പരസ്യം കാണുമ്പോൾ അത് ആഡാണെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും. ഒരു സോപ്പ് അല്ലെങ്കിൽ ബാങ്ക് ആപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കമ്പനി അതിന്റെ പണം കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ആഡാണെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസർമാർ ഇതുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറിയത്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇതുകൊണ്ടാണ് ഞാൻ വീട് വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സുഹൃത്തിന്റെ, ഒരു വീട്ടിലുള്ള ഒരാളുടെ ജെന്യൂൻ റെക്കമെൻഡേഷൻ ആയ പോലെ തോന്നും. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ഇൻഫ്ലുവൻസർമാരുടെ പവർ എന്ന് പറയുന്നത് ഒരു പരസ്യത്തിൽ അഭിനയിച്ച് പോകുന്നവരുടെ പവർ പോലെയല്ല. നിങ്ങളുടെ ഫോളോവേഴ്സ് ഒക്കെ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അവിടെ നേരിട്ട് അവരുടെ ഡിസിഷനെ ബാധിക്കും. പ്രത്യേകിച്ചിട്ട് ഈ പണം, ഇൻവെസ്റ്റ്മെന്റ്, ഏണിംഗ് ആപ്സ്, ക്രിപ്റ്റോ ലോണ്, അതുപോലെ തന്നെയാണ് ഈ ആസ്ട്രോ ആപ്പ് ഒക്കെ. സ്വന്തം പേഴ്സണൽ സക്സസ് സ്റ്റോറി പോലെ ഓവർ ആക്ടിങ് ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ നിങ്ങളുടെ സബ്സ്ക്രൈബറും ഫോളോവേഴ്സും ഒക്കെ നിങ്ങളെ വിമർശിച്ചത് അത് പരസ്യം ചെയ്തത് കൊണ്ടല്ല, പരസ്യം പേഴ്സണൽ ട്രൂത്ത് പോലെ അവതരിപ്പിച്ചു എന്നതിനാണ്. ഉദാഹരണത്തിന് നമ്മളെ ടി.വി. ആഡിലെ ഈ ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്ന് പറയുന്നത്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു എക്സാഗ്രേഷൻ ആണെന്ന്. പക്ഷെ ഇൻഫ്ലുവൻസർമാർ ഈ ക്യാമറ നോക്കിയിട്ട് ഫെയർനെസ് ക്രീം വെച്ച് നോക്കൂ, ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെയായി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ, അതും കൂടുതൽ ഇമോഷണൽ ആയിട്ട് പറയുമ്പോൾ അത് കൂടുതൽ ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങും. നമുക്ക് ബാക്കി വീഡിയോ കൂടി നോക്കാം. അതുകൊണ്ട്
ദയവ് ചെയ്ത് ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവർ ഇടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ആദ്യത്തെ വ്യക്തിയാണോ ഞാൻ? മറ്റുള്ളവരെ പോലെ ആണെന്ന് കരുതി ശ്രീകുട്ടി ജെനുവിനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും. അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമൻസ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമൻസ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നവരാരും കൊണ്ടു തരത്തില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെയും പ്രശ്നമുണ്ട് ശ്രീകുട്ടി. ഈ കാണുന്നവരാണല്ലോ കമന്റ് ഇടുന്നത്, കാണാത്തവർക്ക് കമന്റ് ഇടാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത്. ഈ വ്യൂസ് കിട്ടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ആഡ് കിട്ടുന്നത്. വ്യൂസ് ഇല്ലാത്ത ചാനലിന് ആഡ് കിട്ടില്ലല്ലോ. വ്യൂവേഴ്സിന്റെ ട്രസ്റ്റ് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. ഇതൊരു എത്തിക് ഇഷ്യൂ ആണ്. ഒരു ഇൻഫ്ലുവൻസർ ഇത് സ്പോൺസേർഡ് ആഡ് ആണ്, യൂസ് അറ്റ് യുവർ ഓൺ റിസ്ക്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഗ്യാരണ്ടി ഇല്ല എന്ന് ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് പ്രൊമോഷൻ ആയിട്ട് തന്നെ എടുക്കും. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ശ്രീകുട്ടി എന്താണ് പറയുന്നത്? പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജെനുവിനായിട്ടുള്ളതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ അയ്യേ വേണ്ട എന്നുള്ളത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്, അവർ പോലും നേരെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഇത്രയേറെ കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ എന്റെ ശ്രീകുട്ടി, ഈ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ഈ ഗവൺമെന്റ് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതും ഇതും രണ്ടും രണ്ടാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ പൊതുനയ വിഷയമാണ്. പക്ഷേ ഇൻഫ്ലുവൻസർ പ്രൊമോഷൻ നേരിട്ട് കൊടുക്കുന്നത് അതൊരു പേഴ്സണൽ ട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു മണി റിലേറ്റഡ് തീരുമാനങ്ങൾ ആണ്. ഇപ്പൊ അവര് വാഗ്ദാനം കൊടുക്കുന്നതുകൊണ്ട് അവര് വാഗ്ദാനമാണ് കൊടുക്കുന്നത്, നമ്മളോട് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളിത് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കാശ് പോകുന്നത്, മണി പോകുന്നത് നമ്മളെ കയ്യിൽ നിന്നാണ്. അവിടെ പോകുന്നത് ഗവൺമെന്റിന്റെ പൈസ കൊണ്ടാണ് അവർ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ ജനങ്ങളുടെ പൈസ കൊണ്ട്. നമ്മളെ നികുതി അടക്കുന്നത് വേറെ, അത് എല്ലാവരും നികുതി അടക്കുന്നുണ്ട്. അത് ഏത് ഗവൺമെന്റ് വന്നു വാഗ്ദാനം ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ നികുതി അടക്കണം, വാഗ്ദാനം ചെയ്താലും നമ്മൾ നികുതി എടുക്കണം. ഇത് രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒരേ ഇതിൽ കെട്ടിവിടല്ല. ഒരു ക്രിയേറ്റർക്ക് ഒരു പ്രൊമോഷൻ ചെയ്യാനുള്ള എല്ലാ അധികാരമുണ്ട്. ആ അധികാരത്തിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പ്രൊമോഷൻ എത്ര കണ്ട് ഹോണസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, ഇതൊക്കെ ശ്രീകുട്ടിയുടെ തെറ്റാണെങ്കിലും നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്റർനെറ്റിൽ കാണുന്ന ഈ ഏണിംഗ് ആപ്സ്, ഈ ആസ്ട്രോളജി ആപ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആപ്പ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളില്ല. അതൊക്കെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ഈ സോപ്പ്, ചീപ്പ്, കണ്ണാടി അത് ഉപയോഗിക്കുന്ന പോലെയല്ല ഈ ഏണിംഗ് ആപ്സും ഈ ആസ്ട്രോളജി ആപ്സും. ഇതൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പണം കളയുന്നതാണ്. ഇപ്പോൾ ശ്രീകുട്ടി പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് സോപ്പിന്റെയും പിന്നെ പേസ്റ്റിന്റെയും പരസ്യം കാണുന്നില്ലേ, അതൊക്കെ നമ്മളെ നിത്യ ഉപയോഗ സാധനങ്ങളാണ് അല്ലേ. ഈ ഏണിംഗ് ആപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പണം ഇട്ടിട്ട് അതിൽ ഇങ്ങോട്ട് വരുമോ എന്നുള്ള കാര്യമല്ല. അതേപോലെ തന്നെ ഈ ആസ്ട്രോളജി ആപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പണം അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു നിത്യോപയോഗ സാധനങ്ങൾ എന്നല്ല, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ അതുകൊണ്ട് എന്ത് പ്രൊമോഷൻ ആണെങ്കിലും, ഏത് ഇൻഫ്ലുവൻസർ ചെയ്യുന്ന പ്രൊമോഷൻ ആണെങ്കിലും അതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതെ നിങ്ങളെ സൈഡിൽ നിന്ന് അതിനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. 100% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.